അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. മലയാളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ എക്കാലത്തെയും ജീനിയസായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ ഒരു സിനിമാ സംവിധായകൻ വന്ന് സംസാരത്തിന് ശേഷം യാത്ര ചോദിക്കുമ്പോൾ ബഷീർ പറഞ്ഞു, നിൻ്റെ നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരനോട് എൻ്റെ അഭിവാദ്യം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരായിരിക്കും ഈ കൂട്ടുകാരൻ? അത്ഭുതത്തോടു കൂടി ബഷീറിൻ്റെ മുഖത്തേക്ക് ആ സിനിമാ സംവിധായകൻ നോക്കി. ബഷീർ പറഞ്ഞു, വീട്ടിനടുത്തേക്ക് പോകുമ്പോൾ ആ നാൽക്കവലയില്ലേ, അവിടെ വലിയ ആൽമരമുണ്ട്. ആൽമരം എനിക്ക് പല സമയം തണൽ നൽകിയിട്ടുണ്ട്. നട്ടുച്ച നേരത്തെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ അതിനെ കുളിർക്കാൻ അനുഭവിച്ചിട്ടുണ്ട്. ആൽമരത്തോട് എൻ്റെ അഭിവാദ്യം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ആൽമരത്തോട് അഭിവാദ്യമോ എന്ന അർത്ഥത്തിൽ മുഖത്തേക്ക് നോക്കി അദ്ദേഹം. പക്ഷേ പറഞ്ഞു, നിനക്കറിയാമോ, എൻ്റെ പ്രവാചകൻ മനുഷ്യരെ മാത്രമല്ല മരത്തെയും മണ്ണിനെയും സ്നേഹിച്ച പ്രവാചകനാണ്. നിങ്ങൾക്കറിയാമല്ലോ, മരത്തിന് കല്ലെറിഞ്ഞ കുട്ടിയോട് എന്തിനാണ് മോനെ പഴമില്ലാത്ത മരത്തിന് കല്ലെറിയുന്നത്? തമാശക്ക്. അരുത് മോനെ, മരത്തിന് വേദനിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ. തൻ്റെ ഏറ്റവും അടുത്തവർ ഈ ലോകത്തോ രക്തസാക്ഷികളായി മാറിയ വഹദ് മലയെക്കുറിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയെന്ന് പറഞ്ഞ പ്രവാചകൻ, മണ്ണിനെയും മരത്തെയും സ്നേഹിച്ച പ്രവാചകൻ. അതൊരു വലിയ ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ ആശയത്തെ ഈ കണക്റ്റയിലെ പല കാഴ്ചകളും നിങ്ങളിലേക്ക് പകർന്നു വരുമെന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. മലയാളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ജാതിവ്യവസ്ഥയെ പൊതിയ ധീരനായ വിപ്ലവകാരിയാണല്ലോ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സഹോദരൻ അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം സംഘടനയുടെ പേര് സഹോദര സംഘം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് സഹോദരൻ എന്നായിരുന്നു. ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയിൽ നിന്നായതുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യുപകാരം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നന്ദി പ്രകാശിപ്പിച്ചു. തൻ്റെ മകൾക്ക് പ്രവാചകൻ്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹുവിൻ്റെ പേര് കൊടുത്തു. അതിനാൽ സഹോദരൻ അയ്യപ്പൻ്റെ മകളുടെ പേര് ആയിഷ എന്നാണ്. അത് സ്നേഹപ്രകടനമാണ്. അഥവാ എങ്ങനെയാണ് സമൂഹത്തെ എക്കാലവും വരിഞ്ഞു മുറുക്കുന്ന വംശീയ പിശാചിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കുന്ന ഉജ്ജ്വലമായ സന്ദേശത്തിൻ്റെ പ്രകാശം എങ്ങനെയാണ് പ്രവാചകൻ നിർവഹിച്ചതിൻ്റെ മനോഹരമായ ആവിഷ്കാരം കൂടിയാണ് അത് നമുക്കറിയാവുന്ന. ഇന്ന് രാജ്യത്തിൻ്റെ സിരകളിൽ മുഴുവൻ ഒഴുകുന്നത് നിങ്ങൾക്കറിയാവുന്ന വംശീയയുടെ വിഷമാണ്. ഇവ വളർത്തപ്പെടുന്ന വെറുപ്പിൻ്റെ വികാരമാണ്. അവിടെയാണ് ഇത് ഏറെ പ്രസക്തവും പ്രധാനവുമായി മാറുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരാട്ടിടനോട് അരികിലൂടെ നടന്നു പോകുന്ന മനുഷ്യൻ ചോദിച്ചു, ഈ ആട്ടിൻ കൂടി ഒരാടിനെ തരുമോ, ഞാൻ നല്ല വില തരാം. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കാര്യമാണ്. യജമാനൻ അറിയില്ല, ചെന്നാ പിടിച്ചാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ ആ ഇടയവാനൻ പറഞ്ഞു, ആരും അറിയില്ല, പക്ഷേ നിങ്ങളുടെയും എൻ്റെയും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധ്യമാണോ എന്ന്. ആ ബോധം മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും പ്രപഞ്ചം തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമായി തീരുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇവിടെ ബഹുമാന്യനായ പ്രമോദ് രാമൻ സൂചിപ്പിക്കുകയുണ്ടായി, അതുപോലെ തന്നെ ഉദ്ഘാടനം സൂചിപ്പിക്കുകയുണ്ടായി ഗാന്ധിയെക്കുറിച്ച്. അത് ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗാന്ധിയുമായി തന്നെ ബന്ധപ്പെടുത്തി കൊണ്ട് പറയാം. ഡൽഹിയുടെ ചെങ്കോട്ടയിൽ ആഗസ്റ്റ് 16 അർദ്ധരാത്രി അധികാര കൈമാറ്റം നടക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വാതന്ത്ര്യ ദിന പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഗാന്ധി ബംഗാളിലെ മണ്ണുകളിലൂടെ നരന്നപാതയായി നടന്നു നീങ്ങുകയായിരുന്നു. ഗാന്ധിയോട് ചോദിച്ചു, എന്താണ് ബാപ്പുജി അങ്ങ് കാലിലൊരു ചെരുപ്പിടാത്തത് എന്ന്. അത് അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നത്തെ ഇന്ത്യൻ സാഹിത്യം ഏറെ പ്രസക്തമാണ്. മനുഷ്യൻ്റെ ചുടുചോര ചാലിട്ടൊഴുകുന്ന ഈ മണ്ണിൽ ഞാൻ എങ്ങനെയാണ് ചെരുപ്പിട്ട് നടക്കുക എന്നായിരുന്നു ഗാന്ധി ചോദിച്ചത്. സമകാലീന ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിലേക്കാണ് ഗാന്ധി വിരച്ചുവെന്നർത്ഥം. ഒന്നുകൂടി ആ ഗാന്ധിയുമായി ബന്ധപ്പെടുത്തി തന്നെ പറയാം. വൈഗാനദിയുടെ തീരത്തിലൂടെ ഗാന്ധി നടക്കുമ്പോൾ അവിടെ വൈഗാനദിയിൽ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്. മാറ്റാൻ വേറെ വസ്ത്രമില്ല. അതുകൊണ്ട് അവർ സ്വന്തം വസ്ത്രം ഇട്ടിട്ട് തന്നെ കഴിയുകയാണ്. ഗാന്ധി തൻ്റെ കുപ്പായം മൂരി വലിച്ചെറിഞ്ഞു കൊടുത്തു. പിന്നീട് ഗാന്ധി ഒരിക്കൽ പോലും ഷർട്ട് ധരിച്ചിട്ടില്ല. അപ്പോൾ ഗാന്ധിയോട് കുട്ടിയോട് ചോദിച്ചു, ബാപ്പുജി അങ്ങ് എന്താണ് കുപ്പായം ഇടാത്തത്? കുപ്പായമില്ലാത്ത എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുപ്പായം തരട്ടെ എന്ന് ചോദിച്ചു. ഗാന്ധിജി പറഞ്ഞു, ഒരു കുപ്പായം പോലെ 40 കോടി കുപ്പായം വേണമെന്ന്. ആ വികാരം ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ രാജ്യം അക്രമികളുടെ, സ്വാർത്ഥികളുടെ, പണപൂജകരുടെ, ധനാഢ്യന്മാരുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40% 1% അകപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതിനെതിരെല്ലാമുള്ള ഉജ്ജ്വലമായ ആഹ്വാനമാണ് ഈ കണക്റ്റയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക എന്നാണ് വിനീതമായ വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്ദേശം മനുഷ്യരാശിയെ കൂട്ടിയിണക്കുന്നതാണ്, മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ചനാഥായ ദൈവം നമുക്കെല്ലാവർക്കും സമാധാനമുള്ള മനസ്സ്,
വിശുദ്ധമായ വ്യക്തിജീവം, ഭദ്രമായ കുടുംബജീവം, അതുപോലെ തന്നെ ശാന്തമായ ലോകം, പ്രശാന്തമായ ലോകം, സർവോപരി ദൈവത്തിൻ്റെ പ്രീതിയും നൽകി അനുഗ്രഹിക്കുമാറോട്ടെ. അതിലേക്ക് വഴി നടത്താൻ ഈ കണക്റ്റ സഹായമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹുവിന് നന്ദി, അള്ളാഹുവിന് സ്തുതി, നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.